അതെ. ഫോർ എക്സാമ്പിൾ ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് അതിപ്പോ സി റഹ്മാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അവർ ശ്രീരാമനാക്കിയത്. അതെ. അപ്പൊ ലക്ഷ്മണനോ? ലക്ഷ്മണനല്ല, ലുക്മാൻ. ലുക്മാൻ എന്ന് പറയുന്ന കഥാപാത്രവും ഈ ശ്രീരാമന്റെ ഭാര്യയായിരുന്ന ഈ സീത എന്ന് പറയുന്ന പിന്നീട് സീതാദേവി ആയതും അതുപോലെ തന്നെ ഇതിലെ ഈ അസുരേന്ദ്രനായി വന്നിട്ടുള്ള ഈ അസറുദ്ദീൻ മുമ്പരായിരുന്നു. പിന്നീട് എല്ലാവരും ഈ രാവണൻ എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വളച്ചൊടിക്കുന്ന സോറി ഈ ചോറ് തിന്നുന്ന ആരും ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം വിശ്വസിക്കൂല. കാരണം ഇത് പൊട്ടത്തെറ്റാണ് ഈ സംഭവം. ആണുങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. പക്ഷേ ഇതൊന്ന് കണ്ടു നോക്ക്. मक्का मदीना शिवलिंग वो मक्का मदीना नहीं मक्केश्वरा है and मक्केश्वरा is the 1008 names of Lord Shiva which was built by the king of Arabia Vikramaditya out of love towards Lord Shiva. Similarly वह अरब नहीं अर्व है. Arv is a Sanskrit word which means horses and Arab is a land of horses. Knowingly or unknowingly each പറഞ്ഞപ്പോ ഇതിൽ കേട്ടല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരെങ്ങനെ വളച്ചൊടിച്ചു എന്നാണ്. ഈ മര്യാദ പുരുഷോത്തമനായ ഈ ശ്രീരാമനെയും അല്ലെങ്കിൽ രാമാനുജനായ ലക്ഷ്മണനെയോ അല്ലെങ്കിൽ ഭൂമിദേവിയായ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവിയെയോ അല്ലെങ്കിൽ ലങ്കാധിപതിയായ രാവണനെയോ ആരെയോ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വളച്ചൊടിക്കാനോ അല്ല ഞാനിപ്പോ പറഞ്ഞത്. ഈ നിങ്ങളിപ്പോ കണ്ട കാര്യത്തൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. തൊട്ടടുത്ത് അവരെ നാട്ടിൽ തന്നെ അവരെ നാട്ടിൽ തന്നെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും ചിത്രവധം ചെയ്യപ്പെടുമ്പോഴും അതിന്റെ തെളിവുകൾ പോലീസ് തന്നെ നശിപ്പിക്കുമ്പോഴും ആരെയും കുറ്റവാളിയാക്കാൻ പോലും കിട്ടാത്ത ഒരവസ്ഥയിലും ആൾക്കാർ വിശന്ന് മരിക്കുമ്പോഴും ഒരു കക്കൂസ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആൾക്കാർ ജീവിക്കുമ്പോഴും ആ കാര്യത്തിലൊന്നും പൊങ്ങാത്ത നാവ് ഈ ഒരു സംഭവത്തിന് വേണ്ടി പൊന്തിയല്ലോ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഇനി ഇത് കേട്ടിട്ടും പൊങ്കാലയിടാൻ വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആനർശംസ്യ മനുക്രോശ ശ്രുതം ശീലം ധമശ്യാമ രാഘവം ശോഭയന്ത്യതെ സദ്ഗുണ പുരുഷോത്തമ. ഇതിനർത്ഥം അറിയുന്ന ആൾക്കാർ അതിന് മുതിരില്ല.